ഞാനീ ഞാൻ ഈ വോയിസ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊരു കോവിഡൊക്കെ അടിച്ചിട്ട് ചെറുതായിട്ട് ഇതായിട്ടിരിക്കണേന്ന്. അതുകൊണ്ട് ഭയങ്കര ജലദോഷമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലി വരും. എല്ലായിടത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഒന്ന് മൈൻഡാക്കരുത്, അതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞേക്കണം. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ത്വര വന്നിട്ട് ചെയ്യണേന്ന്. ഇത് എന്ന് അപ്ലോഡ് ആക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിതിപ്പോൾ എക്സാം ടൈമിൻ്റെ ഇടയിൽ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് എന്ന് അപ്ലോഡ് ആക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്ലോഡ് ആക്കും. അപ്പോൾ എനിക്ക് വയ്യാത്തതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതൊന്നും മൈൻഡാക്കരുത്. ഓക്കെ, എല്ലാവരും വീട്ടിലൊക്കെ പോയി. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ആ പോകുന്നത് കണ്ടോ, അതാണ് ശ്രേയ മാഡം പറഞ്ഞ ഐറ്റം. ഓ, അവൾക്ക് പണി കൊടുക്കുന്ന കാര്യമാണോ അപ്പോൾ ശ്രേയ മാഡം നേരത്തെ പറഞ്ഞത്? അത് തന്നെയാണ്. അല്ല, മാഡത്തിന് എന്തിനാ അവളോട് ഇത്ര ദേഷ്യം? അതൊക്കെ നമ്മളെന്തിനാ നോക്കുന്നേ? നമുക്ക് തന്ന പണി ചെയ്താൽ പോരെ. അത് മതി. ഹായ് ചിക്കൻ ഫ്രൈ. ഞാൻ ഇന്നൊരു പൊളിക്കും. അയ്യോ ഡാ കോഴിക്കാലം അവിടെ വെച്ചോ അതെനിക്കുള്ളതാണ്, മര്യാദക്ക് അവിടെ വെച്ചോ, അതാണ് നിനക്ക് നല്ലത്. പിന്നെ ഒരു കോഴിക്കാല്, അങ്ങേർക്ക് കുഞ്ഞിക്കാല് കാണാനുള്ള പ്രായമായി, അപ്പോഴാണ് അങ്ങോട്ടൊരു കോഴിക്കാല്. ഒന്ന് പോയോടെ മുതുക്കാം. ഹായ്, എന്താ ടേസ്റ്റ്. വാവ്, കൊണ്ടുപോയി തിന്നണം പന്നി. നീ കിടന്നില്ലേ? ഇല്ല. വൈ? അത് എന്റെ ഭർത്താവ് വരാതെ ഞാൻ ഇങ്ങനെ കിടക്കാനാ? പോയോ? ഇതെവിടെ പോയി? ഓ, കുളിക്കായിരുന്നു. ഇങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും കുപ്പിലാക്കും. നല്ല ആളെന്ന് വിചാരം കാണിച്ചു തരാൻ. നീ ആരാന്നാ നിന്റെ വിചാരം? ഏട്ടെന്ന് വിളിക്കുന്നു, കോഫി കൊണ്ടുവരുന്നു, ലേറ്റായി വരുമ്പോ രാത്രി ഞാൻ വരാനായിട്ട് കാത്തു നിൽക്കുന്നു. നീ എന്താ വലിയ ഭാര്യയാവാൻ നോക്കുകയാണോ? എന്നാ പിന്നെ ഇത് മാത്രമല്ല ഒരു ഭാര്യ ചെയ്യാറ്, വേറെ പലതുണ്ട്. എന്ത് ചെയ്യും? ഓ, അതൊന്നും സാരില്ല, വേദനയ്ക്ക് ഞാൻ മാറ്റിത്തരാം.
കൂടുതൽ അഹങ്കാരം കാണിക്കണോ മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ തടിയനെ കേടാൻ പോകുന്നു കേട്ടോ. എന്തിപ്പടുണ്ടായി അത് തെറ്റിപ്പിടുന്നല്ലായിരുന്നു. അല്ല വേറെ എത്ര മാക്കാച്ചി. അയ്യോ ഞാൻ തൻ്റെ വലിയ ഫ്യൂസ് ഓടിപ്പോയോ. പോയി. ഗുഡ് മോർണിംഗ്. അതെ, നിന്റെ വാഷ്റൂമില് പൈപ്പ് എന്തോ വർക്കാളാന്ന് ഞാൻ കേട്ടു. ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നോക്കിത്തരാം. മതി മതി, കുളിക്കാനല്ലേ? അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ കെട്ടിയോനും കെട്ടിയോൾക്കും ഇടയ്ക്ക് എന്റെ ബാത്റൂമിലോട്ട് ഈ മഞ്ഞെന്തിനാ? ഇതെന്താ നിങ്ങളുടെ വല്ല തറവാട് വീട് വല്ലതാണ്? നിങ്ങളുടെ റൂമില് ബാത്റൂമില്ലേ? നിങ്ങൾക്ക് അവിടെ സ്നാനം ചെയ്തോടെ? എന്തിനല്ലയോ നിങ്ങൾ രണ്ടുപേരും എന്റെ ബാത്റൂമിലോട്ട് കടന്നു വരുന്നത്? ഓ പിന്നെ ആരും ഇപ്പൊ മാറിക്കട തീർക്കാൻ. അതുകൊള്ളാ, കാര്യമായിട്ട് എന്തോ കേട്ടുണ്ട്. പിന്നീട് അരമണിക്കൂറത്തേക്ക് നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. കണ്ട വെട്ടി പട്ടിക്കിട്ട് കൊടുക്കാൻ ഞാൻ കേട്ടോ. അത് കൊള്ളാം. എന്താടാ നിങ്ങൾക്ക് ആ ഗസ്റ്റ് റൂമിലെ പൈപ്പ് ഒന്ന് ശരിയാക്കിക്കോടെ? ഒരു പണി ഒലിഞ്ഞിരുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? ഇങ്ങനെയാണെ ആ രണ്ടും കൂടി എന്നെ ഭ്രാന്തനാക്കും. അല്ല, ഇവൾക്ക് നമ്മളിപ്പോ എന്ത് പണിയാ കൊടുക്കാം? നമുക്ക് ആദ്യം ചെറിയ പണി കൊടുക്കാം. ദേ പിള്ളേരെ, വാ, ടൈമായി പോകാം. അയ്യോ അപ്പു, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. കൈ ചെറുതായിട്ട് ഇടിച്ച്, വേറെ പ്രശ്നമൊന്നുമില്ല. എവിടെ നോക്കട്ടെ, ഹോസ്പിറ്റലിൽ പോകണം നിനക്ക്? വേണ്ട വേണ്ട, അത്രക്ക് കുഴപ്പമൊന്നുമില്ല. വഴിയിലാണോ കാലം ഉണ്ടെന്ന് നിൽക്കുന്നത്? അയ്യോ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. വീട് സാരില്ല, ഞാൻ ഓക്കെയാണ്. അറിയാതെ പറ്റിയതല്ലേ, പിന്നെ ഞാനും ശ്രദ്ധിച്ചില്ലല്ലോ. എന്നാലും ഇങ്ങനെ വെറുതെ ഇട്ടാൻ പറ്റൂ? പോട്ടെ ലിസമ്മ, അല്ലേ തന്നെ ഹിറ്റ്ലർ കുറെ പണി തന്നിട്ടുണ്ട്. വാ, ചെയ്യാല്ല. നീ തന്നെ വീട്ടിൽ പോക്കോ, ഞാൻ സാറിനോട് പറഞ്ഞേക്കാം. അതൊന്നും വേണ്ട എന്റെ ജോണിക്കുട്ടാ, നടന്നേനി. അതെന്തായാലും കൊള്ളായിരുന്നു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, നീ നോക്കിക്കോ. അവളെ ഞാൻ ഇവിടുന്ന് ഓടിക്കും. അച്ഛേ, സുഖമില്ലടാ നിനക്ക്? വന്ന കാലിൽ നിൽക്കാതെ എല്ലാരും അകത്തേക്ക് കയറുക. ഹലോ. എത്തിയോ ഒരു തണ്ടികള്? എന്ത് ടോക്കാണ് ശ്രീപ്പപ്പായത്? നിങ്ങൾ വല്ലപ്പോഴല്ലേ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നു. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയില്ലേ രണ്ടും കൂടി? എവിടെ പോയതാ? അതിന് അങ്ങൊരു ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്നതാ. ഇടക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ കറങ്ങി നടന്നോ രണ്ടും കൂടി? അല്ല, മാധവൻ ഇങ്ങോട്ടേക്ക് പോയതാ. ഞങ്ങൾ വന്നപ്പോഴേക്കും പോകുന്ന കണ്ടായിരുന്നല്ലോ. അതെച്ചാ ഏട്ടൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് പോയ ഒരു കോള് വന്നു, കുറച്ച് അർജന്റാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയതോ. കുറച്ച് കഴിയുമ്പോ വരും, ഇപ്പൊ തന്നെ വരും.
അമ്മായി, ഞാനന്നൊരു സാധനം കൊണ്ട് തന്നില്ലായിരുന്നോ? അതെവിടെ വെച്ച്? ആ എടാ, അത് ഞാൻ ആ ഗസ്റ്റ് റൂമിൽ വെച്ചിട്ടുണ്ട്. എടുത്തു തന്നെ നിനക്ക്? വേണ്ട, ഞാൻ പോയെടുത്തോളാം. അമ്മായി ജോലിയൊക്കെ ചെയ്തു. Hey Thea, what a sudden surprise. എപ്പോന്നു? നേരത്തെ താഴെ കണ്ടില്ലായിരുന്നു എന്നെ. അല്ല, നേരത്തെ കണ്ടപ്പോ ചോദിക്കാൻ പറ്റില്ലല്ലോ, അതാ. ഓ അങ്ങനെ. ഞാൻ എപ്പ ഇത് തേനി എപ്പോഴാ തിരിച്ചു പോകുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. ഓഹോ, തിരിച്ചു പോകുമ്പോ പറയാൻ ഫോൺ നമ്പർ തന്നെ ഞാൻ. നോ താങ്ക്സ്. വേണ്ടേ? ഒത്തില്ല, താല്പര്യാക്ഷയല്ലാന്ന് തോന്നുന്നു. സാരില്ല, സമയമുണ്ടല്ലോ, വളച്ചോളാന്. വളച്ചോണ്ടു. ഇതൊരു നടക്ക് പോലാട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ല അവര് വന്ന് കയറിയപ്പോ അതിന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ അപ്പൂന് ഒരുപാട് സങ്കടമായി കാണും. അവിടെ നിങ്ങളൊന്ന് സമാധാനപ്പെടും. അവർക്ക് കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവർക്ക് കുറച്ച് സമയം കൊടുക്ക്. എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞാ ഒന്നും നടക്കില്ലല്ലോ. അവർക്ക് ടൈം കൊടുക്ക്. എന്നാലും അത് നന്നാവെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നു മനു, നീ ഒന്ന് സമാധാനപ്പെട്. ഇവിടെ എനിക്കതല്ല എന്തെല്ലാം. അല്ല, അവളെ ഞാൻ വീഡിയോ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല പരിചയമുണ്ട് എനിക്ക് ആ ഫേസ്. നീ അവിടെ വെച്ചാ കണ്ടേ? അല്ല, അവള് ഫേസ് അല്ല, നീ എവിടെ വെച്ചാ കണ്ടേ? ആ, അപ്പൊ നീ അവളെ കണ്ടില്ലേ? കണ്ട്. അപ്പൊ നീ എവിടെ വെച്ചാ കണ്ടേ? ആ, എന്റെ ദൈവമേ, ഒന്നുമില്ല മകനെ, ഒന്നുമില്ല. അവൻ മാത്രമല്ല, ഞാനും കണ്ടിട്ടുണ്ട്. ഓ, അടുത്തത് നിന്നെ അവളെ എവിടെ വെച്ചാ കണ്ടേ? ആ, ഒന്നുമില്ല, നിനക്ക് കാളും അറിയാം, അതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ അവള് ദേവന്റെ ഒപ്പം കണ്ടേ. കിടക്കുന്ന ചട്ടിക്കലോ മോനെ, നീ രാവിലെ തന്നെ കട്ടാണോ? നീ ഏത് സാധനം അടിച്ച്? എന്റെ കിളിയൊക്കെ അടിച്ച് പോയി. ദേവന്റെ ഒപ്പോ? അത് തന്നെ, ദേവന്റെ ഒപ്പോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണ്ടല്ലേ. ഇപ്പോഴൊന്നുമല്ല, 2-3 വർഷങ്ങൾക്കൊക്കെ മുമ്പാണെന്ന് തോന്നുന്നു. ഇപ്പഴല്ല, ഈ ഇടക്കൊന്നുമല്ല, അത് പണ്ടാ. ആലോചിക്കാൻ വയ്യ, പോകില്ലേ വയ്യോർക്ക്. ഒരു ഡേ അവൻ്റെ ഒപ്പം ഒരു പെണ്ണ് ബൈക്കില്, മറ്റേ നമ്മുടെ ആ ബുള്ളറ്റില് പഴയത്, അതിൽ കയറി പോണോ എനിക്ക് തോന്നി. അങ്ങനെ പറഞ്ഞതാ. മേ ബി ഇവളായിരിക്കും. എനിക്ക് പക്ഷേ ഫേസൊക്കെ കണ്ടിട്ട് ഇവളുടെ പോലെ ഇരിക്കുന്ന തോന്നി. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇതിപ്പോ അവനും അറിയില്ലല്ലോ, അവൻ നമുക്കും അറിയില്ല. വേറെ ആരെങ്കിലൊക്കെ ഇരിക്കും, വേണമെങ്കിൽ അനുവായിരിക്കാം. ആ മോനെ, നീ വന്നോ? ഞങ്ങളിത് കഴിക്കാനിരിക്കുകയായിരുന്നു. മോനും കൂടി ഇരിക്കേ. വേണ്ട, നിങ്ങൾ കഴിക്കേ. അതെ, ഒന്ന് താഴെ വരൂ. എന്തിന്? അല്ല, അച്ഛൻ നമ്മള് വിരുന്നിന് പോകാത്തതിന് സങ്കടമുണ്ട്. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് പെരുമാറിയാൽ മതി, പ്ലീസ്. കുറച്ചു നേരം. അതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കതുകൊണ്ട് എന്തോ ഉപകാരം? എന്തുപകാരം? അർപ്പിത, എനിക്ക് ലാഭം കിട്ടാത്തൊന്നും ഞാൻ ചെയ്യാറില്ല. എന്താ ഞാൻ ചെയ്യണ്ടേ? ഈ ഇച്ചിരി പന്തി അല്ലാലോ, എന്തോ വലുത് വരാനുണ്ട്. സൂക്ഷിച്ചു. അപ്പോ ഇനി മുതൽ ഞാൻ വീട്ടിലും ഈ താഴെയും കിടക്കും. ഓക്കെയാണോ? നേരെ പുരകത്തുമ്പോ കിടന്ന് വാഴ വെട്ടുവാണല്ലോ എൻ്റെ കൃഷ്ണ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നാണല്ലോ, അതുകൊണ്ട് മാത്രം. ശരി, ഓക്കെ, ഞാൻ സമ്മതിച്ചു. എന്താവശ്യമായി പോയി തേങ്ങ എഴുതുന്നതിൽ എടുത്തിട്ട് കത്തിച്ചാണെങ്കിൽ. അല്ല, ഇതിലിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? അങ്ങനെ ചോദിച്ചാ അത് എൻ്റെ അച്ഛനും അമ്മക്കും നമ്മൾ നല്ലോണാണ് എന്ന് തോന്നിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ,
നീ വന്നോ ദേവ? ആ വാ, എന്തായാലും നീ കൂടി ഇരിക്കേ. അപ്പൊ മോളെ നീയും ഇരിക്കേ. വേണ്ട മോനെ, കുറച്ച് കഴിഞ്ഞ്. അപ്പോ വാ ഇരിക്കേ. അപ്പോ ഇരിക്കേ, നോക്കിക്കോ. മോള് കഴിഞ്ഞാൽ മധുരം കഴിക്കണം എന്നാണല്ലോ. അപ്പം മോളെ ആ ഐസ്ക്രീം ഒന്ന് എടുത്തിട്ട് വായോ. നിത്യ നീയും കൂടി ചെല്ലേ. നീ വന്നോ? നീ എന്തിനാ എന്നെ വിട്ടുപോയി? എനിക്ക് നിന്നെ വേണം. എന്നെ വിട്ട് പോവാൻ പാടില്ല. എനിക്കിനി ആരും നഷ്ടപ്പെടുത്താൻ വയ്യ. ദേവേട്ടാ, എൻ്റെ പിള്ളേരെ, നിങ്ങൾക്ക് ആ ഹാളിൽ പോയിട്ടിരുന്ന് കഴിച്ചുകൂടെ? മൂന്നും കൂടി കിച്ചണിലിരിക്കണേ. ഏയ്, അവിടെ ഇരുന്ന് കഴിച്ചൊരു സുഖം കിട്ടില്ല അമ്മായി. പിന്നെ കിച്ചണിൽ നിന്ന് കഴിക്കുമ്പോ കിട്ടുന്ന ഫീൽ ഒരു വേറെ ഫീലാണ്. ആ, അത് പോയിന്റ് ഞാനും യോജിക്കുന്നു. മോനെ ദേവ, നിനക്ക് ആ ഹാളിൽ പോയിട്ടിരുന്ന് കഴിച്ചുകൂടെടാ? ഏയ്, കിച്ചണിൽ നിന്ന് കഴിക്കണ ഫീലൊന്നും കിട്ടില്ല എൻ്റെ അമ്മ ഹോളിലിരുന്ന്. ആൻഡ് അമ്മ ഈ ദോശ ചുട്ട് അത് അവിടെ കൊണ്ടുതരുമ്പോഴേക്കും അതിന്റെ ചൂട് കഥ ആയിട്ടുണ്ടാവും. അതിനേലും നല്ലത് ഇവിടെ ഇരുന്ന് അമ്മയുടെ ചൂട് ദോശ കഴിക്കണം. ഈ ചെക്കനൊക്കെ ഉണ്ട്. എന്താണ് ഇവിടെ എല്ലാരും കൂടി വട്ടമേശ സമ്മേളനമാണോ? അല്ല, നേരെ ഒരുപാടായല്ലോ. നീ പോകുന്നില്ലേ ഇന്ന്? അത് ഞാൻ ഇന്നും കൂടെ ലീവെടുത്ത് പോകാൻ എന്തൊരു മൂടില്ലാന്നേ. അല്ല, നിന്റെ ഏറ്റവും എന്തിയാവോ? അങ്ങനെ എപ്പോഴേ പോയി. സാധാരണ ആർക്കും 2 ഡേയിൽ കൂടുതൽ ലീവൊന്നും കൊടുക്കാത്തയാണല്ലോ. ഇതെന്ത് പറ്റിയാവും? അത് പിന്നെ ഞാൻ ചെല്ലാതിരിക്കണതാണ് ദൈവത്തിന് സമാധാനം. അതുകൊണ്ട് ലീവ് ലെറ്റർ മെയിലായിട്ടിട്ട് തന്നെ അപ്രൂവ് ചെയ്തു. ലീവായിട്ട് ഇനി എന്താണാവോ പ്ലാൻ? പ്രത്യേകിച്ച് ഒന്നും ഞാൻ പ്ലാൻ ആക്കിയിട്ടില്ല. അല്ല, അപ്പോ ഇന്ന് എല്ലാവരും പോവില്ലേ? ഇനി ഒറ്റക്ക് നിൽക്കണ്ടേ നീ? ചന്ദ്രേട്ടനില്ല ഇവിടെ? ഞാനും ഉണ്ട്. ജീവേട്ടൻ മോളില്ല അപ്പൊ ഇന്ന്? ഓ, ഞാനൊന്നുമില്ല. എന്തിനാ അങ്ങോട്ട് പോയിട്ട്? അവന്റെ വായിരിക്കണ കേൾക്കാനില്ലേ? ഒരു ദിവസം ശരിക്കും റെസ്റ്റ് കൊടുത്തെന്നും പറഞ്ഞു ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കയ്യിലിരുപ്പിന്റെ അല്ലേ കിട്ടണേ, സഹിച്ചോ. ചെയ്യാൻ പറയാതൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർത്താ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. ചേച്ചിക്ക് പിടിച്ചില്ല അല്ലേ?
അപ്പോ മാഡത്തിന് എന്തിനാണോ ചീത്ത കേൾക്കേണ്ടി വരുന്നത്? എനിക്കോ? ഇതൊക്കെ ആര് പറഞ്ഞു? ചീത്താണല്ലോ, ഓഫീസിന്റെ ഉള്ളിലല്ലേ പറയണേ. അവിടെയുള്ള സ്റ്റാഫുകൾ ആരും പൊട്ടന്മാരല്ല, അത്രക്ക് ഒച്ച കേട്ടിട്ടും അറിയാത്ത പോലെ ഇരിക്കാനായിട്ട്. പോണു. നമുക്ക് നിന്ന് കറങ്ങാൻ പോയാലോ? ഓ പിന്നെന്താ പോയാലോ? കറങ്ങാനോ? ഞാനും ഉണ്ട്. മര്യാദക്ക് ക്ലാസ്സിൽ പൊക്കോളണം. എന്തോ അമ്മയെ കഷ്ടമുണ്ട്. ഞാനെന്ത് ലീവ് എടുത്തോട്ടെ, പ്ലീസ് 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 പ്ലീസ്. അവനും കൂടി വന്നോട്ടരിയാണോ അമ്മ? പോണേക്കെ കൊള്ളാം, അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഞാൻ എന്തോന്ന് കൊച്ചുകുട്ടിയാ? നീ അതിനേലും കഷ്ടമാണ്. കൊയ 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 കൊയ. ഇനി അതിന്റെ പേരിൽ അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട. എല്ലാരും പോയി റെഡി ആയിട്ട് വാ. ആദ്യം നമ്മ എങ്ങോട്ടൊക്കെ പോകുന്നേ? നമുക്ക് മാളില് വല്ലതും പോവാം ആദ്യം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്നിട്ട് പ്ലാൻ ആക്കാൻ നമുക്ക് എങ്ങോട്ട് പോകണം. എന്നാ അങ്ങോട്ടേക്ക് വിട്ടു. ചന്തുവേട്ടാ നിങ്ങൾ എടുക്കട്ടോ, അപ്പോഴേക്ക് ഞാൻ ഒന്ന് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നോക്കിയിട്ട് വരാം. എടുത്ത് ഞാനും വന്നേ. വായോ. എത്തി. എങ്ങനെയുണ്ട് ഇത്? ഇതെന്തോന്നടാ, ഇത് കൊള്ളൂല. അതുകൊണ്ട് ആ ടീഷർട്ട് നല്ല രസമുണ്ട്, നീ അതൊന്ന് ട്രയൽ ചെയ്ത് നോക്ക്. അയ്യോ, മണി 1:30 കഴിഞ്ഞു. എന്തൊരു സമയം ഇവിടെ കളഞ്ഞേ. മാളിലൊക്കെ കയറി എങ്ങനെയാ ടൈമൊക്കെ എങ്ങനെയാ പോണേന്ന് പോലും അറിയാൻ പറ്റില്ല. ഇനി എങ്ങോട്ടേക്കാ? ഇനി ഫുഡ് കഴിക്കാം, എന്നിട്ട് നെക്സ്റ്റ് പ്ലാൻ. ഓക്കെ. അപ്പോ എന്തോ വളച്ചു കെട്ടില്ല. ഞാൻ കാര്യം ചോദിക്കാം, മാധവൻ നിന്നോട് എങ്ങനെയാ? അങ്ങനെയൊക്കെ ചോദിച്ചാ ദേഷ്യം, വെറുപ്പ്, അറപ്പ് എക്സെട്ര ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്ക് വിഷമമൊന്നുമില്ലേ? ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് പുള്ളിക്കാരെ എൻഗേജ്മെന്റ് ചെയ്യണ്ടെന്ന് തന്നെ പറഞ്ഞതാണ്, ഈ കല്യാണത്തിന് താല്പര്യമില്ല. അതെപ്പോ? എന്നിട്ടാണോ നീ അവനെ കല്യാണം കഴിച്ചേ? എന്തിന്? ഐ ഡോണ്ട് നോ. നിനക്ക് പ്രാന്താ പെണ്ണെ. ഓ, ഇപ്പൊ അങ്ങനെയായോ? അങ്ങേരുടെ ക്യാരക്ടർ മാറ്റാനായിട്ട് നിങ്ങളാണ് അങ്ങേരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിന്നതല്ലേ. പിന്നെ അങ്ങേരുടെ മുമ്പിൽ ഏത് പെണ്ണിനെ കൊണ്ട് നിർത്തിയാലും അങ്ങേരെ എന്നോട് പറഞ്ഞാൽ എന്തായാലും പറയാൻ പോണം. പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ വിട്ടുകളാണ്? സോ ഡു യു റിയലി ലവ് ഹിം? ഇല്ലാന്ന് പറഞ്ഞാൽ കള്ളമായി പോകും, ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമാക്കില്ല. അതെന്തോന്ന്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നാ, എനിക്ക് അങ്ങനെ ഇഷ്ടമൊക്കെ തന്നെയാണ്, ബട്ട് ചിലപ്പോ എടുത്ത് കിണറ്റിലിടാൻ തോന്നും അല്ലെ? അതന്നെ, അത് എനിക്കിത് എവിടെ നേരത്തെ അറിയാം. എപ്പോ? അതൊക്കെ വലിയ കഥയാണ്, എല്ലാം നിങ്ങളോടൊക്കെ പറയാം. ടൈം ആവട്ടെ, ദൈവത്തിനോടും പറയണം. അതെന്താ? എനിക്ക് ദേവേട്ടനെ അറിയാന്ന് ദേവേട്ടനെ പോലും അറിയില്ല. എന്ത്? ഒന്നുമില്ല മകനെ, തൽക്കാലം നിങ്ങൾ അങ്ങേരെ എങ്ങനെയെങ്കിലൊക്കെ വീഴ്ത്തണം. എനിക്ക് അത് മാത്രം ഒന്ന് ആലോചിക്കും. വീഴ്ത്താം. എങ്ങനെ? നടക്കുന്ന വഴി കൊണ്ട് പഴുത്തൊരിട്ടാ പോരെ. എപ്പടി ഒന്ന് വീഴ്ച പോണം പന്നി. എന്തേ? ഞാൻ ശരിക്കും പറഞ്ഞതാ. ചേച്ചി ആ പഴുത്തൊലി തട്ടി വീഴുന്നു, മാധവേട്ടൻ ചേച്ചിനെ വന്ന് പിടിക്കുന്നു, അവർ തമ്മിൽ നോക്കുന്നു. ചേട്ടൻ ഫ്ലാറ്റ്. എപ്പടി? ഇനി നീ ആവാ തുറന്ന അല്ല, എല്ലാ കേട്ടാന്നേരൊക്കെ അങ്ങനെയല്ലേ? അവന്റെ അമ്മൂമ്മയുടെ കേട്ടാണ് ഇറങ്ങിപ്പോറ പന്നി. പ്ലാനൊക്കെ നമുക്ക് സെറ്റാക്കാം, നിങ്ങൾ ബേജാറാവാതെ. അതന്നെ. എന്തായി, എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. മീൻ്റെ ക്ലാസ്സിലോട്ട് വന്നാൽ മാത്രം മതി. പിന്നെ അവൻ വന്നിട്ടില്ലല്ലോ? ഇല്ല വന്നിട്ടില്ല, ഞാൻ ഇപ്പൊ വരാം. എല്ലാരും എത്തിയോ? എവിടെ സാധനം? എവിടെ? എന്റെ മോനെ, പോളി ഇത് കൊറേ ഉണ്ടല്ലോടാ. നീ എന്താണ് വല്ല ബാറിൽ നിർത്താൻ പോണേണോ? ഒരു സുഖത്തിന് എല്ലായിടത്തും വെച്ചെന്നുള്ളൂ. പകുതി ആവണതിന് മുമ്പ് തന്നെ എല്ലാം ഫ്ലാറ്റ് ആയിക്കോളും, അതുകൊണ്ട് മേടിക്കണ്ട. നീ കഴിക്കാൻ പോകണം. അപ്പൊ പിന്നല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കാതിരിക്കണേ? വല്ലപ്പോഴും അല്ലേ. എന്റെ പൊന്ന് നിത്യ, നീ എന്താ പറയണേ? ഈ പ്ലാൻ തന്നെ അവളുടെ, എന്നിട്ട് അവള് കുടിക്കാതിരിക്കുന്നു. നടന്നു നിന്ന് എടാ, മനസ്സ് കുറച്ച് കുടിച്ചാൽ മതിട്ടാ. ഏമാൻ്റെ അറിഞ്ഞ ആദ്യം എന്നെ എനിക്കും കൊല്ലാൻ പോണം. എന്റെ കർത്താവ്, എനിക്ക് ആലോചിക്കാൻ കഴിയും. അയ്യോ, എനിക്ക് ബിയർ അടിക്കണേല അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടാ. എന്തൊക്കെയാവും എന്ത്. അല്ലപ്പോ നിനക്കെതിരെ നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നണം. പിന്നല്ലാതെ, എന്റെ 18ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയല്ലേ, അപ്പൊ എങ്ങനെ ഇല്ലാതിരിക്കും? 18 നീളക്കുള്ളാലോ പെണ്ണ്. അല്ല, അപ്പോ വീട്ടിലൊന്നും സീനില്ലേ?
അതിന് ഞങ്ങൾ കഴിക്കാതെ അച്ഛൻ അറിയാറില്ല. ഞങ്ങളോ? ഞാനും എന്റെ ചേട്ടനും കൂടിയാ കഴിക്കാറ്. അച്ഛൻ അറിയാതെ അവനാണ് എന്നെ ഇങ്ങനെ ബോൾഡാക്കിയെടുത്ത്. ആൻഡ് അവൻ കോളേജൊക്കെ ആയി കുറെ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി കുടിക്കാൻ കേക്ക്. അങ്ങനെ ഒരു ഡേ അച്ഛൻ കണ്ടു. വലിയ സീനൊന്നും ആക്കിയില്ല. നല്ല ചേട്ടൻ. എന്റെ ചേട്ടന്റെ തിയറി പ്രകാരം മക്കളല്ലെങ്കിൽ അനിയന്മാർ or അനിയത്തിമാർ വീട്ടുകാരുടെ കൂടെ അടിക്കാൻ പറ്റുമെങ്കിൽ അവർ കണ്ടവരുടെ കൂടെ പോയി വഷളാവില്ല എന്നാണ്. അത് ശരിയാണ്. അത് പോയിന്റാണ് നിന്റെ ചേട്ടൻ പറഞ്ഞത്. അല്ല, നീ ഡ്രൈ കഴിക്കാറില്ല? ഇടക്കുള്ളൂ, എപ്പോഴും ഇല്ല. അല്ല ഏട്ടത്തി, കല്യാണത്തിനപ്പോ ചേട്ടനെ കണ്ടില്ലല്ലോ. ഹീസ് നോ മോർ. ഓ സോറി. അതൊക്കെ വിടും. ഞാൻ എന്താ നിങ്ങളുടെ മൂടൊക്കെ സ്പോയിൽ ആക്കണേ. Drunk and tipsy in the shop, cull and curry on the house, vibing with the nut bomb, tripping on a kottu paattu. In a shop, tripping in Puntupu, vibing with the thing, chilling with the chunk. People call me Vara, make me so sad. I was only chilling on a bar. I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadibai, Indini Valentine's bro, Indini paridabam bro, Indini kanniru bro, vendavale vendivale. Drunk in a shop, tripping in Puntupu, vibing with the thing, chilling with the chunk. In a shop. പറഞ്ഞതിനോട് യോജിക്കൂലാട്ടാ. ഓർക്കി കണ്ട് കാണുന്ന അഭിനയിക്കുള്ള കളി. എന്റെ കൊച്ചിനെ കളിന്ന് വിളിച്ചോണ്ടല്ല. അപ്പ ആ ഒരു അന്തിയാണെന്നെങ്കിലും ഓർക്കണം. അന്തയാണ് മുളപ്പൂ പതിനാല് നമുക്ക് കിടക്കാം. ഞാൻ വരൂല. അവളെ കാണാൻ മൃഗം കാണും. ഞാൻ വരൂല. അയ്യോ, അങ്ങനെ പറഞ്ഞിട്ട് കിടക്കാം. എന്റെ ദൈവമേ, ആ പുലിയെ കൊളുത്തി കാണുമ്പോഴേക്കല്ല അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്തോ ദൈവത്തിനറിയാം. എടാ, എനിക്ക് അപ്പൂന്റെ കാര്യം ഓർത്തിട്ട് നല്ല പേടിയുണ്ട്. ഇതൊക്കെ നമ്മളായിട്ട് തുടങ്ങി വെച്ചാ ഇതിനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും അറിയില്ല. നീ ചുമ്മാതിരിയടാ, ഒന്നും പറ്റില്ല. ആളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. അവളെന്തായാലും അവനെ കൊണ്ടേ പോവുള്ളൂ, അത് ഉറപ്പിച്ചോ. അവളോട് നടന്നൊക്കെ പറയണ്ടേടാ. വേണം, ബട്ട് അവളായിട്ട് ചോദിക്കും. അവക്കറിയണമെന്ന് തോന്നുമ്പോ അവളായിട്ട് വരും. അപ്പൊ നമുക്ക് പറയാം. ആ മൃഗത്തിനോടൊന്നും കാണാനില്ലല്ലോ. വന്നില്ലേ ഇനി? ഇതെന്താ ഡ്രസ്സോ? കൊള്ളാലോ, നല്ല രസമുണ്ട്. ഇതല്ലോ. നീ ഇപ്പോഴാണോ വന്നേ? നീ ഉറങ്ങിയില്ലേ? കിടന്നതാ, പിന്നെ വെള്ളം എടുക്കാനായിട്ട് എണീറ്റ്. മാധവ്, ഞാനെല്ലാം മറന്ന് ജീവിച്ചു തുടങ്ങി. നീ ഇനി എത്ര നാളിങ്ങനെ തുടരും? നിനക്കെല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുമല്ലോ, ബട്ട് എനിക്കങ്ങനെയല്ല. എനിക്ക് ഓർക്കാൻ മറന്നു. ഞാൻ പോവുക. എന്റെ ബേബി വന്നു. ഇതെന്തോ ഇങ്ങനെ? എന്റെ ബേബി എന്തെത്ര ലേറ്റാണ്. ഐ മിസ് യു. നീ കുടിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒരു 3 കുപ്പി ബിയർ. 3 കുപ്പിയോ? അതൊക്കെ തരും. ഞാൻ എത്ര നേരമായിട്ട് ബേബിയെ വെച്ച് ചെയ്തിരിക്കാന്ന് അറിയോ? എങ്ങനെയുണ്ട് എനിക്കാണ്? ഹോസ്പിറ്റലില്. പിന്നെ അതെന്താ? അതൊക്കെ വരും.
നമുക്ക് ഡാൻസ് കളിക്കാം. ഇതെന്റെ ഒറ്റ വീക്ക് വെച്ച് വന്നാണ്ടല്ലോ. എന്തുവാ ബേബി, ബേബി ദേഷ്യപ്പെടുമ്പോ ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ.